ധ്യാനം ഏതൊക്കെ ഘട്ടങ്ങളിലൂടെയാണ് മനുഷ്യനെ കൊണ്ടുപോകുന്നത്? ധ്യാനം കൊണ്ടുപോകുന്ന ഘട്ടങ്ങൾ ഒരുപാട്, ഒരു 4-5 ഘട്ടങ്ങൾ നമുക്ക് പറയാൻ പറ്റും. നമുക്ക് ആദ്യം ഒരു വേക്കപ്പ് കോളാണ് വരുന്നത്. വേക്കപ്പ് കോൾ എന്ന് പറയുമ്പോൾ നമുക്ക് കുറേ പ്രശ്നങ്ങളിലൂടെ നമ്മളിങ്ങനെ കൊണ്ടുപോകും നമ്മുടെ ചുറ്റും. കാരണം വേക്കപ്പ് കോൾ വരുന്ന സമയത്താണ് നമ്മുടെ സോൾ റെഡിയായി ഒരു ധ്യാനത്തിലോട്ട് എത്തിപ്പെടാനോ. കാരണം നമ്മൾ ഒരുപാട് ഖയോസിലൂടെ നമ്മൾ കടന്നു പോകും. ആ സമയത്ത് നമുക്ക് തോന്നും എവിടെയെങ്കിലും ഒരു സപ്പോർട്ട് നമുക്ക് വേണം. നമ്മൾ മനസ്സിൽ വിചാരിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കും. നമ്മുടെ കൂടെ നിന്ന് ഒരു ബാക്ക് സ്റ്റാബ് ചെയ്യും. നമ്മൾ ജോലി നഷ്ടപ്പെടാം. ചില ആൾക്കാർക്ക് ഡിവോഴ്സ് സംഭവിക്കുന്നുണ്ട്, മക്കൾ നഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്കൊരു പിടിവള്ളി എവിടെയെങ്കിലും കിട്ടിയാൽ കൊള്ളാം എന്ന് തോന്നും. അതാണ് ഒരു വേക്കപ്പ് കോൾ. നമുക്ക് യൂണിവേഴ്സിൽ നിന്നൊരു വേക്കപ്പ് കോൾ വന്നു കഴിഞ്ഞാൽ നിൻ്റെ സോളിന് നിനക്ക് ഒരു ധ്യാനത്തിലോട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സൽ എനർജിയായിട്ട് കണക്റ്റ് ആവാൻ സമയമായി. അപ്പോൾ നമ്മൾ എപ്പോഴും സന്തോഷമായിരുന്ന ഒരു പക്ഷേ നമുക്ക് ആ ഒരു തലത്തിലോട്ട് നമുക്ക് എത്തിച്ചേരാൻ കഴിയില്ല. അപ്പോഴാണ് നമുക്ക് ക്രൈസിസ് തരുന്നത്, പ്രശ്നങ്ങൾ അല്ലേ. നമ്മുടെ കൂടെയുള്ള അച്ഛനമ്മമാരെ നഷ്ടപ്പെടുക, ഭാര്യ ഭർത്താവ് നഷ്ടപ്പെടുക, കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടുക, അങ്ങനെയുള്ള വലിയ ക്രൈസിസിൽ കൂടെ നമ്മളെ കടത്തിക്കൊണ്ട് പോകും. അപ്പോൾ നമ്മളിങ്ങനെ നമുക്ക് വേണം ഒരു പിടി, അല്ലാതെ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു മോഡിലോട്ട് അത് നമുക്ക് യൂണിവേഴ്സിൽ നിന്നുള്ളൊരു കോളാണ്. ആ സമയത്താണ് സ്പിരിച്വലായിട്ടുള്ള ആൾക്കാരെ മീറ്റ് ചെയ്യുന്നത്. നമുക്ക് കൊണ്ടുവന്ന് നമ്മൾ സോളോ റെഡിയായെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ആൾക്കാർ നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് എത്തിച്ചേരും. ഇപ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയ പോലുള്ള അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് അല്ലേ, സോഷ്യൽ മീഡിയ എടുത്തു പറയുന്നില്ല, ഒരുപാട് മാധ്യമങ്ങളുണ്ട് നമുക്ക്. അപ്പോൾ അതിലൂടെയൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റും അല്ലേ.